ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം തുറന്നുകൊടുക്കാൻ തീരുമാനം. സത്യപ്രതിജ്ഞയ്ക്കു ശേഷം സ്റ്റേഡിയം തുറന്നുകൊടുക്കുമെന്ന് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി UDF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്കു ശേഷം തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം തുറന്നുകൊടുക്കുമെന്ന് തിരൂർ മുനിസിപ്പൽ UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റേഡിയം പൂർണ്ണമായും തുറന്നുകൊടുക്കുന്നത്. എങ്കിലും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന്റെ ഭാഗമായി ഈ അടുത്ത 21-ാം തീയതി സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ അന്ന് തന്നെ കൗൺസിൽ ചേരുകയും ഞങ്ങൾ ആദ്യം നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് തിരൂരിലെ സ്റ്റേഡിയം പൊതുജനങ്ങൾക്ക് രാവിലെ നടക്കുന്നതിനും അവരുടെ മറ്റ് കുട്ടികൾക്ക് കളിക്കുന്ന കാര്യത്തിനും പൂർണ്ണമായും തുറന്നു കൊടുക്കുന്ന സംവിധാനം ഈ 21-ാം തീയതിക്ക് ശേഷം ചെയ്യും. അതോടൊപ്പം തന്നെ പ്രിയങ്കരനായ MLA ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ മറ്റു മെയിൻ്റനൻസുകളും നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഫണ്ട് നൽകുക എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായും UDF പാലിക്കും. മറ്റൊന്ന്, ഈ കൊറോണ കാലത്ത് വ്യാപാരി വ്യവസായികളായ തിരൂരിൻ്റെ മാർക്കറ്റിൽ ഉള്ള വ്യവസായികളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഈ സമയത്ത് നമുക്കറിയാം സാമ്പത്തികമായി എല്ലാ രാജ്യങ്ങളും കഷ്ടപ്പെടുന്നൊരു സമയമാണ്. ഇതിൻ്റെ പേരിൽ വ്യാപാരികൾക്കും വ്യവസായികൾക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട പദ്ധതി ഉറപ്പാക്കുന്നതിന് വേണ്ടി, കാരണം ഈ വഴിയോര കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഒരു നിയന്ത്രണത്തിൽ വരുത്തുക, അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റിൻ്റെ കാര്യത്തിലും ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് എല്ലാവർക്കും ഇവിടെ ബിസിനസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് തിരൂർ മാർക്കറ്റിനെ ആക്കി തീർക്കാൻ ഏതാനും സമയങ്ങൾ കൊണ്ട് കഴിയും. കഴിഞ്ഞ 5 വർഷത്തെ ഇടതുഭരണത്തിനുള്ള തിരിച്ചടിയാണ് തിരൂരിലെ വിജയമെന്നും വർഗീയ കാർഡിറക്കിയും മറ്റും അധികാരം പിടിച്ചെടുക്കുവാൻ ഇടതുപക്ഷം ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും ആരുടെയും സഹായമില്ലാതെ 19 സീറ്റോടെ അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി സൈതാലിക്കുട്ടി പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം തിരൂരിൽ ഒരു വികസന പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് UDFനെ ഭൂരിപക്ഷം വോട്ടർമാരും 1000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് തിരൂർ മുനിസിപ്പാലിറ്റിയിൽ UDFനെ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയിട്ടുള്ളത്. ആരുടെയും സഹായമില്ലാതെ തന്നെ 19 സീറ്റ് നേടിക്കൊണ്ട് UDF ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ സീറ്റുകളും വോട്ടുകളും നേടിക്കൊണ്ടാണ് ഈ പ്രാവശ്യം ഭരണത്തിൽ കയറാൻ പോകുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിനെ തൻ്റെ അധികാര കസേര നിലനിർത്തപ്പെടുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് വർഗീയ കാർഡിറക്കി, മറ്റു ഭാഗത്ത് പല കെട്ടുകഥകളും കിംവദന്തികളും വ്യക്തിഹത്യയും ചെയ്തുകൊണ്ട് UDFന് ശരിയായ രീതിയിൽ നേരിടാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇടതുപക്ഷം പലപ്പോഴെങ്കിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യക്തിഹത്യയും അതോടൊപ്പം തന്നെ വർഗീയ കാർഡും ഇറക്കിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം നടത്തിയത്. അതിനുള്ളൊരു ചുട്ട മറുപടിയാണ് തിരൂരിലെ വോട്ടർമാർ നൽകിയിട്ടുള്ളത്. തിരൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തിരൂർ മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് ഇബ്രാഹിം നാജി, മുനിസിപ്പൽ സെക്രട്ടറി സൈതാലിക്കുട്ടി, സമദ് തുടങ്ങിയവർ പങ്കെടുത്തു.